ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നോർമൽ കൈൻഡ് ഓഫ് ഒരു എന്തെങ്കിലും ഒരു വീഡിയോ. എന്താവുന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇന്നിപ്പോ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പൊ ഒരു സമയം ഒരു 5:30-6 മണിയാവാനായി. നമ്മളിത് ബൈസെപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അതിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. എനിക്കിന്ന് ബൈസെപ്സ് ചെയ്യാനാണ് ഒരു മൂഡ്. ഇവന് ചെസ്റ്റ് ഒരു ചെസ്റ്റ് ബാക്ക് എനിക്കാണ് ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ കുറച്ച് മസിലൊക്കെ വന്നിട്ടാണ് ഒരു പട്ടി ഷോ ഇറക്കാന്ന് വിചാരിക്കുമ്പോ ഇവൻ എന്നെ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ജിമ്മ് പോവാണ് കേട്ടോ. വൈകുന്നേരമായി ഒരു 5:30-6 മണി ആ ഒരു സമയത്താണ് പോകുന്നത്. സാധാരണ നമ്മൾ രാവിലെയാണ്. ഇപ്പൊ ഭയങ്കര മഴയാ ഇവിടെ, അതുകൊണ്ട് ഭയങ്കര മടി. ഞാൻ രാവിലെ എണീച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്ന് 8:30 ഇവളെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇവിടെ എണീക്കുന്നില്ല. ഇത് എന്നെ വീണ്ടും കിടത്തി ഉറക്കി തെണ്ടി 10:30 ഉറങ്ങണീച്ച. യെസ്, യുവർ ഓണർ. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. ഇവർക്ക് അറിയുന്ന കാര്യമാണ്. ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. പക്ഷെ ഞാൻ കുറച്ച് ദിവസം ഭയങ്കര ഇതില് ജിമ്മിലേക്കൊക്കെ പോയിട്ടോ രാവിലെ. ഇപ്പൊ വീണ്ടും എനിക്ക് രാവിലെ ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയായി. അപ്പൊ ഞാൻ വെച്ചു എന്നാ വൈകുന്നേരം പോവാം. വൈകുന്നേരം ഇനിയിപ്പോ ഞങ്ങള് ഡമ്പലിനൊക്കെ വേണ്ടി അടി കൂടണം. അത്രയും തിരക്കായിരിക്കും വൈകുന്നേരം. പക്ഷെ എന്നാലും പ്രശ്നമില്ല. അപ്പൊ നമ്മള് ജിം എത്തിയിട്ടുണ്ട്. അവിടുന്ന് എന്തെങ്കിലും ഒരു 2 ക്ലിപ്പ് അപ്പോ സഹകരിച്ചാൽ നമുക്ക് എടുക്കാം. അവിടുത്തെ ഒരു ലുക്കും അവിടുത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം വണ്ടിയിലെത്തിയിട്ട് കാണാം. നോർമൽ ഡേയ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രെയിനറെ വിളിക്കാറേയില്ല. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഓവർ വെയിറ്റ് എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വരും. എനിക്ക് പിന്നെ പേഴ്സണൽ ട്രെയിനറാണ്. ഞാൻ പിന്നെ ആരുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ആ ബാറ് മാത്രം ഒരു 20-25 ഉണ്ടാവും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 10-10 വെച്ചാണ് ഇട്ടേക്കണത് കേട്ടോ. അപ്പൊ മുന്നേ അപ്പു എടുത്ത വെയിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു 10-45 കിലോ എടുത്തിന്റെ അഹങ്കാരത്തിലാണ് വരുന്നത് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോ നമ്മള് കണ്ണൂർ വരെ ഒന്ന് പോവാണ്. വെറുതെ അല്ല പോകുന്നത്, എന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പൊ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. എന്റെ സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു. പക്ഷെ അവര് റീച്ച് ആവേണ്ട സമയത്താണ് ശരിക്കും ട്രെയിനേ അവിടുന്ന് എടുത്തത്. കാരണം മഴ ആയതുകൊണ്ട് ഫുൾ 4-4.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. രാവിലെ തൊട്ടേ മഴയാണ് കേട്ടോ. രാവിലെ അല്ല, അന്ന് രാത്രി തൊട്ടേ മഴയാണ്. അപ്പൊ രാവിലെ തന്നെ അച്ഛനും അപ്പവും കൂടി ചെറിയൊരു പണിയെടുക്കുവാണ്. പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ തലേ ദിവസം മീൻ പിടിച്ചിട്ട് വരുന്ന സമയത്ത് അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു മീനുണ്ട്, അതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് പിന്നെ അത് കണ്ടപ്പോൾ അപ്പ ക്ലീൻ ആക്കണം, അപ്പ കറി വെക്കണം എന്നുള്ളൊരു ഇതായി. അപ്പോൾ ആരുടെ ഹെൽപ്പില്ലാണ്ട് അച്ഛൻ ഒറ്റയ്ക്ക് പിടിയും വലിയും കൂടുന്ന കണ്ടിട്ട് അപ്പു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. നമ്മളെ നാട്ടില് പണ്ടൊക്കെ അച്ഛന് ഈ മീനെ കിട്ടുമായിരുന്നു. പണ്ട് മീനെ പിടിക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകാനില്ല. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിനെന്താ, അച്ഛനും കൂടി ഉള്ളത് ഇവിടെ ഒരാൾ പോകുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് എപ്പ നോക്കിയാലും മീനപ്പിടിയാണ്. ഈ മഴ തുടങ്ങി പിന്നെ രാത്രിയും പോവും, രാവിലെയും പോവും, ഉച്ചയ്ക്കും പോകും എന്ന് പറഞ്ഞ പോലെ അപ്പൂന് ഭയങ്കര ഒരു വീട്ടിലേക്ക് കിട്ടാറില്ല. അപ്പൂനെ അത്ര ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് പോയിക്കൊണ്ടേ നിൽക്കും. ഞാനും പിന്നെ കുട്ടികളുടെ എന്റർടൈൻമെന്റ് അല്ലേ, പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. പുറകിലിരുന്ന ഒരമ്മ എന്തോ കഴിക്കുന്നുണ്ട്, ഒരമ്മേന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവരെ നട്ടപ്രാന്ത് കണ്ടിട്ട് നോക്കിക്കാട്ടോ നമ്മള്. രാവിലെ തൊട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ പെരുമഴക്കാലാണ് ഇവിടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ? എല്ലാ നാട്ടിലും കുറെ സ്ഥലത്ത് ഇപ്പോൾ റെഡ് അലേർട്ടോ അങ്ങനെ എന്താണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായി. അപ്പൊ നമ്മളിപ്പോ ടൗണിൽ പോവാണ്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ അപ്പൊ ഇവിടെ ഉണ്ട് എയർ ഫ്രഷ്നർ. അത് വീട്ടിലുണ്ട് തോന്നുന്നു. ഇത് കാറുണ്ടല്ലോ, ഇവര് മീന് പിടിക്കാൻ പോയിട്ട് ഇന്നലെ ഫുള്ള് മഴയത്ത് വെള്ളം ചളിപിളി ഒരു കാറിലപ്പോ ഒരു ഉടുപ്പ് മണം വരില്ലേ ഇങ്ങനെ വെള്ളത്തിന്റെ. അപ്പൊ എയർ ഫ്രഷ്നറിന്റെ കാര്യമാണ് പറയണേ. അപ്പൊ നമ്മള് ടൗണിൽ പോയിട്ട് മാർക്കറ്റിലേക്കാണ് പോണേ. ഇപ്പൊ എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും എന്നറിയില്ല, കാരണം അത്രയും മഴയാണ്. അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വേഗം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോണ്ടി വരും. നമ്മള് ലേറ്റായി. ഇന്നലെ ഉറങ്ങാനൊക്കെ 3 മണി ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് കിടക്കാൻ തന്നെ പോയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സോ ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് ഞാൻ അച്ഛനെ അമ്മേനെയൊക്കെ കാണിച്ചു തരാം. എല്ലാവരും കാണിച്ചു തരാം. അമ്മയുണ്ട്, എല്ലാവരും. നമ്മൾ മാത്രം, എൻ്റെ അനിയനൊന്നും വന്നിട്ടില്ല. എല്ലാവരും കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ഫാമിലി ടൈം ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഒന്നും ഉണ്ടെന്നില്ല. മഴയാണെങ്കിലും മാർക്കറ്റിൽ തിരക്കിന് ഒരു കുറവില്ലായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ മീൻ വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു, പിന്നെ പച്ചക്കറിയും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. നമ്മൾ ടൗണിലൊക്കെ പോയി വന്നു കേട്ടോ. ടൗണിൽ പോയി വന്നിട്ട് പിന്നെ ഫുള്ള് കുക്കിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ചിക്കനും മീനും ചെമ്മീനും എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും കറികളൊക്കെ ആക്കണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പു ഇപ്പോൾ പുറത്ത് പോയി. അപ്പു ഇവിടുത്തെ അമ്മ, മൈ ഡാഡി ഒക്കെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. ഒരു ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനുവേണ്ടി പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയാണ് ഇപ്പോൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈ മമ്മി
മൈമമ്മി ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിക്കൻ ഫ്രൈ അല്ല, നമ്മൾ ആക്ച്വലി കറി വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് കറിയാക്കും. എൻ്റെ വകയാണ് ആക്കുന്നത്. അപ്പോൾ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഫ്രൈ ആക്കി തരാമെന്ന് പറഞ്ഞു. നമുക്ക് വേറെ കുറച്ച് 2-3 ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കറിയും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഫിഷ് നോർമൽ ഫിഷ് അല്ല, അച്ഛൻ വരുന്നതുകൊണ്ട് അപ്പു മീൻ പിടിക്കാൻ പോകും. അപ്പുവിൻ്റെ വലിയൊരു ഇഷ്ടപ്പെട്ട ഹോബിയാണ് മീൻ പിടിക്കാൻ പോകാറുള്ളത്. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നല്ല തോട്ടിലെ മീനുകൾ കിട്ടും. തോട്ടിലെ ഏതാണിപ്പോൾ ഒരു ഇത് മീനമ്മ ഇവർ ഉണ്ടാക്കിയിട്ട് മടമുഷു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇവരെ നാട്ടിൽ കണ്ണൂർ മടമുഷു എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞിൽ എന്ന് പറയും അതിന്. അപ്പം മുയ്യൊന്നല്ല, മഞ്ഞിലാന്നത്. മടമുഷു മഞ്ഞിലാണ്. മഞ്ഞിൽ എന്ന് പറഞ്ഞ മീനുണ്ട്, നീണ്ട പാമ്പിനെ പോലത്തെ മീൻ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ അത് വീട്ടിലേക്ക് എടുക്കലില്ല, എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് ഞാൻ ആക്കി കൊടുത്താലേ ഉള്ളൂ. കാരണം അമ്മ നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പോൾ അച്ഛൻ വരുന്നത് കൊണ്ട് അപ്പോൾ പറഞ്ഞു അച്ഛന് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ അപ്പു അച്ഛനും കൂടെ അത് ക്ലീൻ ആക്കി, എന്നിട്ട് അമ്മ അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇനി ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതായത് എൻ്റെ കൂടെ ക്യാമറ കൊണ്ടുപോവുക, അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുക, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയേ അല്ല എന്ന് എനിക്ക് തോന്നണേ. അറിയില്ല, ലെറ്റ് സി. ഞാൻ കാണിക്കാൻ പറ്റുന്ന അടുത്തോളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. സോ നമുക്ക് ഇതെല്ലാം ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. ചോറും ചിക്കനും മീനും കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നലത്തെ സമയമായി കേട്ടോ. ഇന്നലത്തെ അതേ സമയം ഞാൻ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിച്ചു. നമുക്ക് എന്താണെന്നറിയോ, ഞാനാണ് ഈ മറ്റേ വീഡിയോ റെക്കോർഡർ ആൻഡ് പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന പോലെ എനിക്ക് മറന്നുപോയി ഞാൻ വീഡിയോ എടുക്കാൻ. അതാണ് പ്രശ്നം. അപ്പം ഞാൻ കുറച്ചൊക്കെ കാണിച്ചു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അപ്പം പുറത്ത് പോയി, പിന്നെ കൈൻഡ് ഓഫ് ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു, ക്ലീനിങ് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊന്നും ഒരു ഇതുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരമായി, നമ്മൾ വീണ്ടും ജിമ്മിൽ പോവാണ്. ഇന്നലെ നമ്മൾ ജിമ്മിൽ പോകുമ്പോഴാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ജിമ്മിൽ പോവാണ്. ഭയങ്കര ഒച്ചപ്പാടായോ, ഇപ്പോഴാണ് ക്ലാസ് കേട്ടത്. ഭയങ്കര തിരക്കായിരിക്കും. ഇന്നലത്തെ അത്ര പോലും വീഡിയോ ഇന്ന് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പോവാം. കാരണം അച്ഛനും അമ്മയും അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് പിന്നെ കാണാം. ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ നല്ല കല്ലുമക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. അതൊന്നും കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അപ്പോഴത്തേനും പിന്നെ മീൻ പിടിക്കാൻ പോയി. അപ്പം ഞാനും അച്ഛനും അമ്മമാരും കൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് നല്ല കുബൂസും പത്തിരിയും ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മീൻ പിടിച്ച് വരുമ്പോൾ എന്തൊക്കെ മീനെ കൊണ്ടുവരുന്ന അച്ഛന് കാണാൻ ഭയങ്കര ആകാംക്ഷ. എപ്പോഴും അപ്പോൾ വരുമ്പോൾ അച്ഛന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കൂട്ടോ എന്തൊക്കെ കിട്ടി എന്നുള്ളത്. പക്ഷേ ഇത് നേരിട്ട് കാണാൻ അച്ഛനെ ആകാംക്ഷിച്ചിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടോ വന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഇത്രയും മീൻ അപ്പൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ വേണ്ടി അപ്പു മാത്രമല്ല പോവാട്ടോ. അപ്പുവിന്റെ റാൻഡം ചേട്ടന്മാരുണ്ടാവും, നാട്ടിലെ പിള്ളേരുണ്ടാവും. അങ്ങനെയാണ് ഇവർ പോവാറുള്ളത്. ചില ദിവസങ്ങളിൽ ഞാനും പോവാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയപ്പോഴത്തേനും ഒരു സമയമായി കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ റെഡിയായി. നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറശ്ശിനി പോവാണ് കേട്ടോ. അച്ഛനും അമ്മയും എപ്പോൾ വന്നു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ പറശ്ശിനിയിൽ പോട്ടോ. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ രാത്രിയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ രാവിലെയാണ് പോകുന്നത്. ഫുള്ള് മഴയായതുകൊണ്ട് തന്നെ റോഡൊക്കെ ഫുള്ള് ചളി പിള്ളി ബഹളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇപ്രാവശ്യം നമ്മൾ പറശ്ശിനി പോയപ്പോൾ ബാക്ക് കൂടെയാണ് കേട്ടോ പോയത്. ബാക്ക് കൂടെ ഇൻ ദ സെൻസ് കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കടകളൊക്കെ കണ്ടിട്ട് പോകുന്ന വഴി കൂടെയാണ് പോയത്. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മുന്നിൽ കാറ് നിർത്തിയിട്ട് അങ്ങനെയാണ് പോകാറുള്ളത് കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന്റെ മുന്നിൽ തന്നെ ഒരു കുഞ്ഞൊരു കടയുണ്ട്. അവിടെ നല്ല മോരുവെള്ളം കിട്ടും കേട്ടോ. എത്ര ആൾക്കാർ അവിടുത്തെ കുടിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ തന്നെ അവിടുന്ന് ഒരു മോരുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മൾ ലക്ഷദ്വീപ് പോകുന്നതിന് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ അതിനുശേഷമാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് ക്യൂട്ട് ക്ലിപ്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഇട്ട എല്ലാ ക്ലിപ്സും ഞാൻ ഈ പറശ്ശിനിയിലെ റാൻഡം കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ കയറി ജസ്റ്റ് ഒന്ന് തൊഴുത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളെ ഭാഗ്യത്തിന് മുത്തപ്പൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതും കൂടെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മീനൊക്കെ പിടിക്കുന്ന കാണാം എന്ന് വിചാരിച്ചിട്ട് ബോട്ടൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് എൻ്റെ കസിൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ വരുമ്പോൾ ഒന്നും കയറാറില്ല കേട്ടോ. അവിടെ അടുത്തൊരു കടയിൽ നിന്ന് നല്ല മിച്ചർ മിഠായി കണ്ടപ്പോൾ നൊസ്റ്റാൾജി മൂത്ത് അതും വാങ്ങിച്ച് ഞാൻ കഴിച്ചു. അച്ഛനോട് അപ്പൂനോട് എത്ര നേരാന്ന് വെച്ചിട്ട് ഒരേ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അവർ ആ മീനെ പിടിക്കുന്ന നോക്കിയിട്ടാ നിൽക്കുന്നത്. ചൂണ്ടയിടുന്ന ചേട്ടനാണെങ്കിൽ ഇട്ടിട്ടും കിട്ടുന്നില്ല. എനിക്ക് കണ്ടിട്ട് ഭ്രാന്തായി. വെള്ളമൊക്കെ കുടിച്ചോളൂ. വെള്ളം കുടിച്ചിട്ട് ഒരു 2 വാക്ക് എന്നെ കുറിച്ച് എന്റെ ഓഡിയൻസിനോടൊന്ന് പൊക്കി പറയൂ. എന്താണ് പൊക്കാണ്ട് നല്ലത് മാത്രം പറയൂ. നല്ല മകളാണ്, പറഞ്ഞാ കേൾക്കൂല. അത് വേണ്ട
സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം. മകളെ കാണാൻ വന്നപ്പോ മുത്തപ്പനെയും കാണാൻ വന്നാണ്. അല്ലെങ്കിലും മുത്തപ്പന്റെ അവിടെ വരും, എന്നിട്ട് മകളുടെ അടുത്തേക്ക് പോകുള്ളൂ. അപ്പൊ മകളോട് മുത്തപ്പൻ കഴിഞ്ഞിട്ടുള്ള മകള്. അച്ഛൻ ദൈവവിശ്വാസത്തിൽ കുറച്ച് പുറകിലോട്ടാണ് പൊതുവെ, പക്ഷെ മുത്തപ്പൻ അച്ഛന്റെ ഫേവറേറ്റ് ദൈവമാണ്. അതുകൊണ്ട് അച്ഛൻ എപ്പം വരും. അച്ഛൻ പ്രാർത്ഥിച്ചാന്ന് ഞാൻ ഈ കണ്ണൂര് വന്ന് പെട്ടത്. ഞാൻ മുത്തപ്പന്റെ അടുത്തേക്ക് വിട്ടു. ഇതായിരിക്കുന്നു ഭർത്താവ്. ഓയ് ഭർത്താവേ, ഇതാണ് എന്റെ ഭർത്താവ്. ഇവിടെ ഉണ്ട് അമ്മ. ഇതായിരിക്കുന്നു മാതാവ്, മാതാശ്രീ. 2 മണിയാകുമ്പോൾ മുത്തപ്പന്റെ വെള്ളാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛനും അമ്മയും വന്നതല്ലേ, അപ്പൊ പിന്നെ അവരതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കുറച്ചും കൂടി സമയമുണ്ട്, ഒരു 3/4 മണിക്കൂർ സമയമുണ്ട്. കുറേ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെയും ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈയൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിട്ടോ. ഒരു പാവം മുത്തശ്ശനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന കേട്ടോ. മുത്തശ്ശൻ പറഞ്ഞതിൽ ഒരു 80% സത്യവും ഒരു 10% അല്ലെങ്കിൽ 20% തള്ളുമായിരുന്നു. ആൾക്ക് എന്നെ കണ്ടിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നോട് പറഞ്ഞു മനസ്സിലൊരാളുണ്ട്, പെട്ടെന്ന് തന്നെ അത് നടക്കും എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ചേട്ടനോടുള്ള എല്ലാ വിശ്വാസവും പോയി. മനസ്സിലുള്ള ആളെല്ലാം കെട്ടി 2 കൊല്ലായിന്ന് ചേട്ടന് മനസ്സിലായില്ല. എല്ലാം മനസ്സിലാവുന്ന ആൾക്ക് അത് മനസ്സിലാവണ്ടേ? സാരല്ല, കുറച്ച് സത്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് തള്ളും കൂടി ആവണല്ലോ, അവരുടെ ജോലി അതല്ലേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പിംഗ്. ഞാൻ പോയപ്പോ കുറച്ച് വാങ്ങി, പിന്നെ തിരിച്ചു പോകുമ്പോ വീണ്ടും കുറച്ച് വാങ്ങി കേട്ടോ. ഇതാണ് ചെമ്മീൻ ബിരിയാണി, അമ്മ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി. ഇതിന്റെ റെസിപ്പി വീഡിയോ ഒരു ദിവസം ഞാൻ ഇടുന്നതായിരിക്കും. ഇത് എടുക്കാൻ പറ്റാതെ വീഡിയോ. അപ്പൊ പിടി, ഇതാണ് ഓണർ ഓഫ് ദ ബിരിയാണി. പ്ലേറ്റ് ഒന്നും പറയണമേ. ഈ സൈഡിൽ ശരിയെന്നാന്നറിയില്ല, ആ ഒരു മണം ഇത്തിരി കുറച്ച് പ്രശ്നമുണ്ടാ. ചോട്ടു ചൂട് കുലിക്ക് പോവാ. ഇങ്ങടാ വായി കേട്ടപ്പോൾ എന്റെ കുട്ടിയോട്ടോ ഇന്നടിക്കണ്ടേ. ചോട്ടൂനെ എന്നെ ആരും തൊടുന്നതും പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അച്ഛൻ അപ്പൊ ചോട്ടൂനെ ഇളക്കാനായിട്ട് ഇങ്ങനെ പറയും, ഇത് എന്റെ കുട്ടിയാ. അപ്പൊ അച്ഛനെ നോക്കി ചോട്ടു ഇങ്ങനെ കുറയ്ക്കും. അമ്മേനെ മൈൻഡാക്കുന്ന പോലുമില്ല. എന്നിട്ടും ചോട്ടൂനെ പേടിച്ചിട്ട് കസേര വെച്ച് നിൽക്കുന്ന എന്റെ അമ്മയാട്ടോ ബാക്കിൽ. അപ്പോൾ നാട്ടിൽ വന്നുകൊണ്ട് വെറുതെ 2 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാട്ടോ അച്ഛനും അമ്മയും. അങ്ങനെ 2 ദിവസം നിന്നിട്ട് അവർ തിരിച്ചു പോവാണ്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവർ അധികം ട്രെയിനിനാട്ടോ വരിക. അപ്പൊ അവിടുന്ന് ഷൊർണൂർ കാർ വെച്ച് കയറി കഴിഞ്ഞാൽ കണ്ണൂർ നമ്മൾ കൂട്ടാൻ പോകും. അതുപോലെ നമ്മൾ കയറ്റി കൊടുത്താൽ അവിടെ അവർക്ക് ഇറങ്ങിയിട്ട് കാർ എടുത്തിട്ട് വീട്ടിൽ പോകാമല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എത്ര ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ ആണെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ പ്രയോഗിക്കുന്നത്. 2 ദിവസമാണെങ്കിലും 10 ദിവസമാണെങ്കിലും ഇവർ വന്ന് ഇവരെ കണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. സാരല്ല, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. അപ്പം നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.